ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഫാമിലീസ് ഒക്കെ ഇന്നലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഇപ്പൊ അനീഷിന്റെ ഫാമിലി എത്തിയിട്ടുണ്ട്. അനീഷിന്റെ അമ്മയും ബ്രദറും എല്ലാം വന്നിട്ടുണ്ട്. വന്നത് മാത്രമല്ല ഒരു അഡ്വൈസും ഒരു ഹിന്റും കൂടി എന്തായാലും അനീഷിന്റെ അമ്മ എന്തായാലും കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, തുടക്കത്തിൽ നീ എങ്ങനെയാണ് കളിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെ കളിച്ചാൽ മതി എന്നുള്ളൊരു കാര്യമാണ് എന്തായാലും അനീഷിന്റെ അടുത്ത് പറയുന്നത്. അനീഷ് നമുക്കറിയില്ല, അതായത് വളരെയധികം ചിന്തിച്ച്, അതായത് താനിവിടെ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ പുറത്തത് എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്, തനിക്കത് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ എന്നുള്ള ഇതിൽ തന്നെ വളരെയധികം ചിന്തിച്ച് വളരെയധികം പ്രിപ്പയർഡ് ആയിട്ട്, അതായത് ഒരുപാട് വർഷങ്ങൾ ഈ പറയുന്ന ബിഗ് ബോസ് കണ്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വന്നുള്ള ഒരു മത്സരാർത്ഥിയും കൂടിയാണ് അനീഷ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അമ്മ പറഞ്ഞൊരു കാര്യം എന്തായാലും അനീഷ് അങ്ങനെ തള്ളിക്കളയത്തില്ല. എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിച്ച് എങ്ങനെയാണ് ഇവിടെ പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ള ഇതിലെല്ലാം ചിന്തിച്ചിട്ട് മാറ്റങ്ങളെല്ലാം ഈ പറയുന്ന അനീഷ് എന്തായാലും കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. എന്നാലും ഇനി വരും എപ്പിസോഡ്സിൽ എന്തായാലും കണ്ടതിന് അറിയേണ്ട ഒരു കാര്യമാണത് അനീഷ് എങ്ങനെയാണ് എടുത്തത് കൈകാര്യം ചെയ്യുന്നത് എന്നല്ല. അനീഷ് വന്നിരിക്കുന്ന ഒരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആള് കുറച്ചും കൂടി ഒന്ന് അഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ഈ ബോണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കാനായിട്ട് എന്തായാലും അനീഷ് എന്തായാലും മുതിരുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാൾക്കാരുമായിട്ടുള്ള കുറച്ച് നല്ല രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസും കാര്യങ്ങളും എല്ലാം അനീഷിന്റെ സൈഡിൽ നിന്ന് എന്തായാലും ഉണ്ടാവുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ ആൾക്കാരുമായിട്ട് അധികം ഇടപഴകുന്നതോ അല്ലെങ്കിൽ ബോണ്ടിങ് ഉണ്ടാക്കുന്നതോ അങ്ങനെ വളരെയധികം മോശമായ രീതിയിലേക്ക് ഒന്നും പോയിട്ടില്ല, അല്ലെങ്കിൽ അത്രക്കൊരു നെഗറ്റീവായിട്ടൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സമയങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന അനീഷ് ആരുമായിട്ടും ഇന്ററാക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും, പക്ഷെ എങ്കിൽ പോലും നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ കുറച്ച് എപ്പിസോഡ്സിൽ നോക്കുകയാണെങ്കിൽ കുറച്ചധികം ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഈ പറയുന്ന അനീഷിന് അങ്ങനെ വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നും ആദ്യത്തെ കുറച്ച് നാളുകളിലൊന്നും വന്നിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ആൾക്കാർക്ക് ഈ പറയുന്ന അനീഷിനോട് ഒരു ഇഷ്ടം എന്തായാലും കുറച്ച് ദിവസങ്ങളിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആളൊരു ഒറ്റയാനായിട്ട് നിന്ന് കളിക്കുന്നത്. ഈ പറയുന്ന വലിയ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു തീരുമാനങ്ങൾക്കൊപ്പം നിന്നിട്ട് തലയാട്ടുന്ന ആളൊന്നും അല്ലല്ലോ, ഒറ്റക്ക് നിന്ന് തീരുമാനങ്ങൾ എടുത്ത് കളിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. സോ അതിനകത്ത് ഇപ്പൊ ഒരു കുറച്ചായവ എന്തായാലും വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു ശരി തന്നെയാണ്. ഈ പറയുന്ന ഷാനവാസിന് വേണ്ടി പല രീതിയിലും പലപ്പോഴും കണ്ടക്കുന്ന രീതിയിലൊക്കെ എന്തായാലും ഈ പറയുന്ന അനീഷിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ എന്തായാലും പോകുന്നുണ്ടാവും. അത് ഈ പറയുന്ന അനീഷ് ഉറപ്പായിട്ട് നോക്കി കളിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അനീഷിന് എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മോശമായ വാക്കുകളുടെ ഉപയോഗ കാര്യങ്ങളൊന്നും തന്നെ ഈ പറയുന്ന അനീഷിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അനാവശ്യമായ രീതിയിലേക്ക് എന്തായാലും അങ്ങനെ പോകുന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ അത് മാത്രമല്ല മറ്റുള്ളവർക്ക് നേരെയുള്ള ഒരു കായികമായിട്ട് ഇത്തരത്തിൽ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയോ കാര്യങ്ങളൊന്നും അനീഷ് അങ്ങനെ അധികം കാണിക്കാറില്ല. പിന്നെ അത് ഈ സമയത്ത് ഇപ്പൊ ലാസ്റ്റത്തെ കുറച്ച് ഗെയിംസിന്റെ ഒരു സമയത്ത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഇത്തിരി ഒരു ചൂടായിട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് നിലത്തേക്ക് ഇടുന്നതും കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു അനീഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഒരു പക്ഷെ അതുമായിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന നമ്മൾ ശ്രദ്ധിച്ചത്. അതായത് ഇത്തരത്തിലുള്ള കളികളൊന്നും വേണ്ട, നീ തുടക്കത്തിൽ എങ്ങനെയായാലും കളിച്ചിരുന്ന അതേ രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷെ അത് തന്നെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. ഒരു പക്ഷെ ഈ പറയുന്ന ബോണ്ടിങ് ആയിരിക്കണം എന്നില്ല. അതെന്തായാലും അനീഷ് അതെങ്ങനെയാണ് റെൻഡർ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ അനീഷ് അതെങ്ങനെയാണ് ചിന്തിച്ചെടുക്കുന്നത്, എന്നിട്ട് അദ്ദേഹം എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഇനി തുടർന്നുള്ള എപ്പിസോഡ്സിൽ എന്നൊക്കെ ഉള്ള എന്തായാലും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഈ പറയുന്ന അനീഷ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു കളിയാണോ? അതായത് ഈ പറയുന്ന അനീഷിന് അമ്മ പറഞ്ഞ പോലെ എന്തായാലും തുടക്കത്തിലുള്ള അതേ വേർഷൻ എന്തായാലും നിങ്ങൾ കാണാൻ അനീഷിന്റെ ഭാഗത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.